അന്ന് വനം വകുപ്പിൻ്റെ പലവിധ ഗസ്റ്റ് ഹൗസുകളും ബംഗ്ലാവുകളും ഒക്കെ ഉണ്ടല്ലോ ഈ വയനാട്ടിലുള്ള. അവിടെ മുഴുവൻ തന്നെ താമസിച്ചിരുന്നത് ഈ സുധാകരൻ്റെ ഗുണ്ടകളാണ്. കാരണം ഈ പോകുന്ന വഴിക്ക് എല്ലാവർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്, ഞങ്ങൾക്കൊഴികെ. പിന്നെ ഞാൻ ഇയാളെ കാണുന്നത് ഈ ഈ പോലീസ് എന്നെ മർദ്ദിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ്. ഇവൻ കഴിഞ്ഞ ദിവസം ഗസ്റ്റ് ഹൗസിലിരുന്ന് നമ്മുടെ മന്ത്രിയുടെ നീക്കങ്ങൾ ജാനുവിനും ഗീതാനന്ദനും ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ വനം വകുപ്പുകാരാണ് ഇടയ്ക്കിടയ്ക്ക് പോയി സമരക്കാരുമായിട്ട് ചർച്ച ചെയ്തത്, അല്ലാതെ ഗവൺമെൻറ് അല്ല. എന്നിട്ട് നേരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റിനോട് ഞാൻ പറഞ്ഞു, എന്നെ മർദ്ദിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മർദ്ദനമേറ്റിട്ടുണ്ട്. അപ്പോൾ ഇയാൾ മജിസ്ട്രേറ്റ് ആ സൈഡിൽ, എൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ സൈഡിൽ ആ കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരു കാര്യം ചെയ്യാം, കണ്ണൂർ ജയിലിലേക്ക് വിടാം, അവിടെ നിങ്ങൾക്ക് ചികിത്സ കിട്ടും, അവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഗീതാനന്ദനും ജാനുവിനും ഒക്കെ രാവിലെ കൊണ്ടുപോയി കോഴിക്കോട് ജയിലിലാക്കി. എന്നെ ഈ വൈത്തിരി ജയിലിലേക്ക് വിടാനായിരുന്നു ഇവരുടെ പരിപാടി. അപ്പോഴാണ് ഞാൻ ഈ മജിസ്ട്രേറ്റിനോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട്, ഈ പോലീസുകാരനൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്തായാലും മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്ന് തല്ലില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇവന്മാർ തല്ലിയെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വിടുന്നത്. അങ്ങനെ അവിടെ പോയി 10ാം ബ്ലോക്കിൽ എന്നെയും മരൂഷിനെയും കൂടെ ഒരു സെല്ലിലായിട്ടത്. ബാക്കി ആദിവാസികളുടെ കൂടെ ഇട്ടില്ല. കാരണം നമ്മൾ വേറെ ഭീകരനായ വേറൊരു ആദിവാസി അല്ലാത്ത ഭീകരനാണല്ലോ. അപ്പം അതുകൊണ്ട് എന്നെയും മരൂഷിനെയും 10ാം ബ്ലോക്കിലാക്കി. അതൊരു രസകരമായ കാര്യമാണ്. കാരണം ഈ പോകുന്ന വഴിക്ക് എല്ലാവർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്, ഞങ്ങൾക്കൊഴികെ. ഞങ്ങൾ അന്ന് 5 പേരുണ്ടായിരുന്നു. ഞാൻ, അരൂഷ്, ഒരു ചന്ദ്രൻ, വേറെ 2 പേര്. ഇത്ര 5 പേരെ ചെറിയൊരു വാൻ പോലത്തെ പോലീസ് വാനിലാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഈ വിനോദിൻ്റെ സഹപ്രവർത്തകരായ പോലീസുകാരും 2-3 പേരുണ്ട്, അതുപോലുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ ആ കൂടെ എനിക്ക് പരിചയമുള്ള ലക്ഷ്മണൻ എന്ന് പറയുന്നൊരു പോലീസുകാരനുണ്ടായിരുന്നു. ഈ ലക്ഷ്മണൻ ആദിവാസിയാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ വീടിൻ്റെ അടുത്ത് അയാളുടെ വീട്, ഞാൻ താമസിക്കുന്ന എൻ്റെ തറവാടിൻ്റെയൊക്കെ അക്കരെ കുന്നിൽ ആണ് ഈ ലക്ഷ്മണൻ്റെ വീട്. ലക്ഷ്മണനും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധമെന്ന് വെച്ചാൽ, ഈ ലക്ഷ്മണന് പോലീസ് സെലക്ഷൻ കിട്ടുമ്പോൾ ഒരു ബോണ്ട് കൊടുക്കണം. ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയുടെ ബോണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ഗസറ്റഡ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ ബോണ്ടിൽ ഒപ്പിട്ട് കൊടുത്താലേ സെലക്ഷൻ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് പരിശീലനത്തിനിടയിലോ മറ്റോ ചാടിപ്പോയാൽ പിന്നെ ഇയാൾക്ക് പ്രശ്നമല്ലേ. അപ്പോൾ അയാളുടെ എത്ര ചിലവ് അയാൾക്കായോ അത്രയും ചിലവ് നമ്മുടെ അടുത്ത് 10,000 രൂപ വരെയുള്ള സംഖ്യ നമ്മുടെ അടുത്ത് പിടിക്കും. അതിനാണ് ഈ ബോണ്ട് ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ ലക്ഷ്മണൻ വരിക. ലക്ഷ്മണനെ എനിക്കറിയില്ല, പക്ഷേ ലക്ഷ്മണൻ്റെ വീട്ടുകാരിൽ പലരെയും എനിക്കറിയാം. പിന്നെ ആളുടെ മകനാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഷേ, ഞാനിപ്പോൾ 3-4 ദിവസമായി പലരുടെയും പുറകെ ഇങ്ങനെ നടക്കുകയാണ്, എനിക്ക് ഈ ബോണ്ടൊന്ന് ഒപ്പിട്ട് തരാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പം ഞങ്ങളുടെ ആ ഗ്രാമത്തിലാകെ 3-4 സർക്കാർ ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ, ഞാനടക്കം. കൂടുതൽ പേരൊന്നുമില്ല. അപ്പോൾ അവരെ ഓരോരുത്തരെയായി ഇവൻ കണ്ടിട്ട് അവസാനമാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു,
അപ്പം ഞാൻ ചോദിച്ചാൽ അല്ല ലക്ഷ്മണ, പൈസ 10,000 ഞാൻ കൊടുക്കേണ്ടി വരുമോ? ഒരിക്കലും ഇല്ല മാഷെ, ഞാനെങ്ങനെ ഒരു ജോലി കിട്ടിയിട്ട് നമ്മളത് ഒഴിവാക്കുമോ? അത് മാഷ് ഒരിക്കലും പേടിക്കണ്ട. ഇനി അഥവാ ഞാനങ്ങനെ പോന്നിട്ടുണ്ടെങ്കിലും ഞാൻ മാഷക്ക് ആ പൈസ തരും എന്ന് ലക്ഷ്മണൻ എന്നോട് പറയാം. ഞാൻ വേഗം ഒപ്പിട്ട് കൊടുത്തു. ഇത് ചെയ്ത് നീ ഇതുമായിട്ട് സ്കൂളിലേക്ക് വന്നാൽ മതി, സീലടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബോണ്ട് കൊടുത്തത് ഞാനായി ലക്ഷ്മണന്. ഇവൻ അന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു. എന്നെ പിടിച്ചുകൊണ്ട് വന്ന ദിവസം ഇവന് ഡ്യൂട്ടി ഇല്ലായിരുന്നു. പിറ്റേ ദിവസമാണ് ഇവൻ്റെ ഡ്യൂട്ടി വന്നത്. അപ്പോൾ ഇവൻ എന്നെ കണ്ടുകൊണ്ട് എന്നെ കൊണ്ടുപോകാനുള്ള അതിൽ ഇവൻ പറഞ്ഞ് കയറി. എന്നിട്ട് ഇവനുള്ളത് കൊണ്ട് മാത്രം അപ്പോൾ അവന്മാർ ഞങ്ങളെ കയറി ഇവിടുന്ന് വിട്ട ഉടനെ അടിക്കാൻ റെഡിയായിരിക്കുകയാണ്. പക്ഷേ ലക്ഷ്മണൻ സമ്മതിച്ചില്ല. കാരണം ഈ റിസർവ് പോലീസുകാരെക്കാളും കുറച്ചുകൂടെ അധികാരം ഈ സ്റ്റേഷനിൽ പോലീസുകാർക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇവരോട് അവർ കളിക്കാൻ നിൽക്കില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് മാത്രം ഞങ്ങൾ 5 പേർക്ക് മർദ്ദനമേറ്റില്ല. ബാക്കി ഇവിടുന്ന് കൊണ്ടുപോയ വൈത്തിരിക്ക് കൊണ്ടുപോയതും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയതും കണ്ണൂരേക്ക് കൊണ്ടുപോയതായുള്ള മുഴുവൻ ആളുകളെയും പോലീസുകാർ വാനിലിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. അത് പിന്നെ ഭയങ്കര രസകരമായ കാര്യമാണ്. ഞാനന്ന് എനിക്ക് തോന്നുന്നത് അത് 20-ാം തീയതിയോ 21-ാം തീയതിയോ മറ്റാണ്, ഫെബ്രുവരി. അപ്പോൾ അന്ന് ബത്തേരി ഗസ്റ്റ് ഹൗസിൽ വനം മന്ത്രി സുധാകരൻ്റെ പത്രസമ്മേളനം നടക്കുകയാണ്. അപ്പം കൈരളി ടി വിയിൽ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ആർ സുഭാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആർ സുഭാഷ് ഇത് കംപ്ലീറ്റ് മുത്തങ്ങ ഇൻസിഡൻറ്റ് കൈരളിക്ക് വേണ്ടി അന്ന് പിന്നെ റിപ്പോർട്ട് ചെയ്തത് സുഭാഷാണ്. അപ്പോൾ ആ സുഭാഷ് ഈ ഗസ്റ്റ് ഹൗസിൽ വന്നു. ഗസ്റ്റ് ഹൗസിൽ അപ്പോൾ സുഭാഷ് ഇതിലുണ്ടെന്ന് ഞങ്ങൾ ഇടയ്ക്ക് കാണാറുമുണ്ട്. അപ്പോൾ സുഭാഷ് എന്നെ വിളിച്ചു. ഞാനിവിടെ കുറേ നേരമായിട്ട് സുധാകരൻ വരുന്നത് കേട്ട് ബോറടിച്ചിരിക്കുക, നിനക്ക് ഒഴിവുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ. അപ്പോൾ ഗസ്റ്റ് ഹൗസിനോട് ചേർന്നാണല്ലോ ഡയറ്റ്. അപ്പം പിന്നെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങ് അവിടെ ചെന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചങ്ങാതി വന്നിട്ട് സുഭാഷിനോട് പരിചയം ഭാവിച്ച്, അപ്പോൾ ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് കുറച്ച് നേരം സംസാരിച്ച് അയാളങ്ങ് പോയി. പിന്നെ ഞാൻ ഇയാളെ കാണുന്നത് ഈ പോലീസ് എന്നെ മർദ്ദിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ്. ഇതേ മനുഷ്യൻ, ഇയാൾ സ്പെഷ്യൽ ബ്രാഞ്ചുകാരനായിരുന്നു. എന്നിട്ട് ഒരു രാവിലത്തെ ആ ഒരു മർദ്ദനമൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒരു പാകത്തിനിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഇവൻ്റെ കടന്നു വരവ്. സാറേ ഇവനോ എന്ന് പറഞ്ഞിട്ട് എന്നെ ചൂണ്ടിയിട്ട്, ഇവൻ കഴിഞ്ഞ ദിവസം ഗസ്റ്റ് ഹൗസിലിരുന്ന് നമ്മുടെ മന്ത്രിയുടെ പിന്നെ നീക്കങ്ങൾ ജാനുവിനും ഗീതാനന്ദനും ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പോലീസ് സ്റ്റോറിയാണത് ശരിക്കും. അത് ശരി, നീ എന്നിട്ടാണ് നീ നിഷ്കളങ്കനായിട്ടിരിക്കുന്നതല്ലെന്നും പറഞ്ഞിട്ട് അത് അവൻ്റെ വക, അവൻ്റെ ഈ വർത്തമാനത്തിൻ്റെ വക എനിക്ക് 4 അടിയും കൂടെ. അപ്പം ഞാൻ അതുകൊണ്ട് വർഗീസ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പം അന്ന് അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കാരണം എനിക്ക് അത്രയും മർദ്ദനേറ്റ്. ഒരാവശ്യമില്ല ഇവൻ നുണയാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി, ഞങ്ങൾ വെറുതെ ലോഗ്യം പറഞ്ഞ് അവൻ ബോറടിച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ലോഗ്യം പറയാൻ പോയതാ. ആ ലോഗ്യം പറഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇങ്ങനെ ഗീതാനന്ദനും ജാനുവിനെയും അവർ ഒളിവിലാണ്, അന്ന് അവരെ പിടിച്ചിട്ടില്ല. ആ ഒളിവിലുള്ള അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ സുഭാഷൊക്കെ ഒരാഴ്ചയായിട്ട് ഇവിടെയുണ്ട്. അവിടെ ലോഡ്ജിൽ അവർ താമസിക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരം ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. സുഭാഷ് എൻ്റെ ക്വാർട്ടേഴ്സിൽ വരലുണ്ട്, ഒക്കെ ഉണ്ട്. കാരണം അത്രയും അടുത്ത എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ് യൂണിവേഴ്സിറ്റിയിൽ. ഞാനതിന് ഈ പത്രസമ്മേളനം കാണാനോ കേൾക്കാനോ പോയതല്ല. അത് കഴിഞ്ഞ് മന്ത്രി വന്നപ്പോൾ ഞാനിങ്ങ് പോരുകയും ചെയ്തു ഡയറ്റിലേക്ക്. ഞാൻ പിന്നെ അവിടെ ഇരുന്നില്ല, ഞാനത് കേൾക്കാനും നിന്നില്ല. എന്നിട്ട് ഇതാണ് എൻ്റെ അതുകൊണ്ട് തന്നെ എൻ്റെ കേസിലൊരു പ്രതി വർഗീസാണ്. എനിക്ക് തോന്നുന്നു AK ആൻ്റണിയേക്കാളും പങ്ക്
കെ സുധാകരനായിരുന്നു എന്ന്. സുധാകരൻ ഓർഗനൈസ് ചെയ്തതാണ് ഈ സംഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലാ സമയത്തും ഇടപെടുന്ന ഒരാൾ AK ആൻ്റണി അല്ല, സുധാകരനാണ്, കെ സുധാകരനാണ്. കാരണം ഈ അന്ന് വനം വകുപ്പിൻ്റെ പലവിധ ഗസ്റ്റ് ഹൗസുകളും ബംഗ്ലാവുകളും ഒക്കെ ഉണ്ടല്ലോ ഈ വയനാട്ടിലുള്ള, അവിടെ മുഴുവൻ തന്നെ താമസിച്ചിരുന്നത് ഈ സുധാകരൻ്റെ ഗുണ്ടകളാണ്. സുധാകരൻ്റെ ഗുണ്ടകൾ ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ആദിവാസികളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് മുഴുവൻ വനം വകുപ്പുകാരാണ് പോയത്, അല്ലാതെ ഗവൺമെൻറ് നേരിട്ടല്ല. കാരണം അന്ന് മന്ത്രിമാരായിരുന്ന MA കുട്ടപ്പനും ഗൗരിയമ്മയൊക്കെ ജാനുവിന് അവിടെ വിതയ്ക്കാൻ ചീരവിത്തൊക്കെ കൊടുത്തു വിടുകയല്ലേ ചെയ്തിരുന്നത്. പക്ഷെ അവരാരും സമരം ഒത്തുതീർപ്പാക്കാൻ ചർച്ച ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇൻഹൗസ് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. അല്ലാതെ ഈ പരസ്യമായിട്ട് ഇതിനെ പിന്തുണച്ചുകൊണ്ടല്ലാതെ ഇതിനെ എതിർത്തുകൊണ്ട് ആരും വന്നിട്ടില്ല. പിന്നെ വനം വകുപ്പുകാരാണ് ഇടയ്ക്കിടയ്ക്ക് പോയി സമരക്കാരുമായിട്ട് ചർച്ച ചെയ്തത്, അല്ലാതെ ഗവൺമെൻറ് അല്ല. അപ്പോൾ ഈ വെടിവെപ്പിൻ്റെ സൂത്രധാരന്മാരിൽ പ്രധാനി എന്തായാലും സുധാകരൻ തന്നെയായിരുന്നു, അല്ലാതെ AK ആൻ്റണി അല്ല. അത് എനിക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. കാരണം അയാളും അയാളുടെ അനുചര വൃന്ദങ്ങളുമാണ് ആ സമയത്ത് ഇതിനെ നിയന്ത്രിച്ചിരുന്നത്. അവരുടെ ചിങ്കിടികളായിട്ടാണ് വനം വകുപ്പുകാർ ഈ ചർച്ച ചെയ്യാനും മറ്റതിനും പോയത്. അതുകൊണ്ടാണ് പ്രകൃതി സംരക്ഷണ സമിതി അന്ന് ഈ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അതുകൊണ്ടാണ് അവരിതിനെ എതിർത്തത്.